കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ഭാരതീയരിൽ 31 പേരുടെ മൃതദേഹം കേരളത്തിലെത്തിച്ചു. കൊച്ചി വിമാനത്താവളത്തിൽ പൊതുദർശനമടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിവിധ ജില്ലകളിലെ വീടുകളിലേക്ക് ഉടനെത്തിക്കും. ദുരന്തത്തിൽ മരിച്ച 45 ഭാരതീയരുടെ മൃതദേഹങ്ങളുമായാണ് വിമാനം രാവിലെ 10:30-ന് വ്യോമസേന വിമാനം കൊച്ചിയിലെത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ പിന്നീട് ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, വിമാനത്താവളത്തിലെ പൊതുദർശനത്തിന് ശേഷം അവരവരുടെ വീടുകളിലേക്ക് ഇപ്പോൾ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ പുറപ്പെട്ട് കഴിഞ്ഞു. സംസ്കാര ചടങ്ങുകൾ ചിലരുടേത് മാത്രമേ ഇന്ന് നടക്കുകയുള്ളൂ. മറ്റുള്ളവരുടേത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒക്കെ ആയിട്ടായിരിക്കും നടക്കുക. എന്തൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ അതത് ജില്ലകളിലും ക്രമീകരിച്ചിരിക്കുന്നത്? രോഹിണി, ഓരോ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി മന്ത്രിമാർക്കാണ് ചുമതലകൾ നൽകിയിരിക്കുന്നത്. ആ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഓരോ വീടുകളിലും സംസ്കാര ചടങ്ങുകൾക്കടക്കമുള്ള കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുക. നേരത്തെ മൃതദേഹങ്ങൾ അവിടെ 11:30 എത്തി 12 മണിക്ക് പൊതുദർശനം ആരംഭിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ എയർപോർട്ടിൽ കാർഗോ കോംപ്ലക്സിന് അരികിൽ എത്തിയ പൊതുദർശനത്തിന് പ്രത്യേകമായി മൃതദേഹങ്ങൾ ഇവിടെയായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ മലയാളികളുടെ മൃതദേഹങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പത്തനംതിട്ട, കൊല്ലം, ഒപ്പം തന്നെ തൃശ്ശൂര്, കണ്ണൂർ ജില്ലകളിലും എല്ലാമുള്ള ആളുകൾ ഈ ദുരന്തത്തിന്റെ ഇരകളായിരുന്നു. അവരുടെ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ അതാത് ജില്ലകളിലേക്ക്, അവരുടെ നാടുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കേരള പോലീസിന്റെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഈ വാഹനങ്ങൾ കേരള അതിർത്തി വരെ പോവുക. അതിനുശേഷം തമിഴ്നാട് പോലീസ് മൃതദേഹത്തെ ആംബുലൻസിനെ അനുഗമിക്കും. തമിഴ്നാട് മന്ത്രി അടക്കമുള്ള ആളുകൾ, അവിടെ നിന്നുള്ള ജനപ്രതിനിധികളും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടിയെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ, തമിഴ്നാട് സ്വദേശികളായ ആളുകളുടെ മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ചകളാണ്. 7 പേരാണ് തമിഴ്നാട് സ്വദേശികൾ. 23 പേർ മലയാളികളായിരുന്നു. ഇവിടെ മൃതദേഹങ്ങൾ എത്തിച്ചതിൽ 7 പേർ തമിഴ്നാട് സ്വദേശികളാണ്. ഒരാൾ കർണാടക സ്വദേശിയാണ്. ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നീങ്ങും. വിജയകുമാർ പ്രസന്ന എന്ന ഒരാളാണ് കർണാടക സ്വദേശി. ഒപ്പം തന്നെ മുഹമ്മദ് ഷെരീഫ് ഹുസൈൻ സ്ട്രീറ്റ് സ്വദേശിയാണ്, വില്ലുപുരം സ്വദേശിയാണ് തമിഴ്നാട്ടിലെ. ഒപ്പം മറ്റ് ആളുകളുടെയും ബുനാഫ് റിച്ചാർഡ്, അദ്ദേഹം തഞ്ചാവൂർ സ്വദേശിയാണ്. കറുപ്പണ്ണൻ രാമനാഥപുരം സ്വദേശി. ഒപ്പം ശിവശങ്കർ ഗോവിന്ദൻ, അദ്ദേഹത്തിന്റെ സ്ഥലവും തമിഴ്നാട് തന്നെയാണ്. ഇവരുടെ എല്ലാം മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ തമിഴ്നാട് മന്ത്രി അടക്കം ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്നത് അനുസരിച്ച് മൃതദേഹങ്ങളെല്ലാം തന്നെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകും. ഏറെ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. ചില സ്ഥലങ്ങളിലെല്ലാം ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ വെച്ചിട്ടുണ്ട്. മറ്റു ചില സ്ഥലങ്ങളിൽ നാളെയും തിങ്കളാഴ്ചയും എല്ലാമായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മതപരമായ ചടങ്ങുകൾ അടക്കം നടത്തിയ ശേഷമായിരിക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളെല്ലാം തന്നെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കുപ്പന്റെ അദ്ദേഹത്തിന്റെ സ്വദേശം മലപ്പുറമാണ്. ഒപ്പം തന്നെ ബാഹുലേയൻ, അദ്ദേഹം മലപ്പുറം സ്വദേശിയാണ്. സ്റ്റീഫൻ അബ്രഹാം കോട്ടയം സ്വദേശിയാണ്. സ്റ്റീഫൻ എബ്രഹാം കേലു പൊന്മലരി സ്വതസ്ഥലം കാസർഗോഡാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം കാസർഗോഡേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ശ്രീജേഷ് തങ്കപ്പൻ നായർ, അദ്ദേഹത്തിന്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. തിരുവനന്തപുരത്തേക്കാണ് മൃതദേഹവും എത്തിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ മന്ത്രിമാർക്ക് പ്രത്യേക ചുമതലകൾ നൽകിയിട്ടുണ്ട്. അവിടെയുള്ള സംസ്കാര ചടങ്ങുകളുടെ ഭാഗങ്ങൾ ക്രമീകരിക്കാൻ. മാത്രമല്ല, ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നില്ല എന്നാണെങ്കിൽ മൃതദേഹങ്ങൾ
ഗവൺമെന്റ് ആശുപത്രികളുടെ മോർച്ചറികളിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനും അത് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരുകളും ജില്ലാ ഭരണകൂടവും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ കൃത്യമായ ക്രമീകരണങ്ങളോടെ മൃതദേഹങ്ങളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. ക്രമമായി നിർത്തിയ ആംബുലൻസുകളിലേക്ക് മൃതദേഹങ്ങൾ പിന്നീട് മാറ്റുകയായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ തന്നെ ഒരാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്നു. പോലീസിൽ ഉദ്യോഗസ്ഥരും ഓരോ ആംബുലൻസിന്റെയും ചുമതലകൾ നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി അവരുടെ ബന്ധുക്കളെ അടക്കം ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. കാരണം നിരവധി ആളുകളുടെ ബന്ധുക്കൾ, ഈ മരണമടഞ്ഞ നിരവധി പേരുടെ അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും മറ്റ് സുഹൃത്തുക്കളും എല്ലാം തന്നെ ഇവിടെ രാവിലെ മുതൽ 6 മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു. പിന്നീട് എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവരോട് സംസാരിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് കഴിയാവുന്ന എല്ലാ പിന്തുണയും നൽകാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന കാര്യം അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്ത ശേഷമാണ് അവരെല്ലാവരും തന്നെ മടങ്ങുകയും ചെയ്തത്. അതിനുശേഷമാണ് അന്തിമോപചാര ചടങ്ങുകൾ ആരംഭിച്ചത്. ആ ചടങ്ങുകൾ ആരംഭിച്ചതിന് ശേഷം മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം മന്ത്രി പി രാജീവ്, കെ രാജൻ, ഒപ്പം തന്നെ വീണ ജോർജ് അടക്കമുള്ള കടന്നപ്പള്ളി രാമേന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു നീങ്ങി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവരും ഒപ്പം തന്നെ ജനപ്രതിനിധികളും എല്ലാവരും തന്നെ ഇവിടെ എത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാ നഷ്ടവും വലിയ ആഘാതവും തന്നെയാണ് ഈ ഒരു അപകടത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അവർക്കെല്ലാം തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഈ ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ഈ ഒരു തീപിടുത്തം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ അവരോട് സംസാരിച്ചിരുന്ന ആളുകൾ, അവരുമായി ആശയവിനിമയം നടത്തിയിരുന്ന ആളുകൾ, അവർക്കൊപ്പം കാര്യങ്ങൾ സംസാരിച്ചിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഒരു നിമിഷ നേരത്തെ തീഗോളങ്ങളിൽ കത്തിച്ചാമ്പലാകുന്നത്, ശവങ്ങളായി മാറുന്നത്, അവരെ തീഗോളങ്ങൾ വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നത് തന്നെ ഏറ്റവും ഒരു ഭീതികരവും ഒപ്പം തന്നെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, കേരളം ആകെ, രാജ്യമാകെ ഒരുപോലെ വിറങ്ങലിച്ച് നിൽക്കുന്നു ഈ ഒരു അപകടത്തിൽ. ഇത്രയധികം പേർ ഒരുമിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന അപകടങ്ങൾ അത് അധികമൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ ആളുകൾ എല്ലാവരും തന്നെ അവരുടെ പ്രവാസ ജീവിതത്തിനായി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കടന്നുപോയ ആളുകളാണ്. അവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ ഇപ്പോൾ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്കും അവരുടെ വീടുകളിലേക്കും എത്തിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. സാജു വർഗീസ്, ഒപ്പം തന്നെ ശ്രീജേഷ് തങ്കപ്പൻ എന്നിവരുടെ മൃതദേഹങ്ങളും ഷിബു വർഗീസ്, രഞ്ജിത്ത് എന്നിവരുടെ മൃതദേഹങ്ങളും എല്ലാം തന്നെ ആംബുലൻസുകളിൽ നാടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ മൃതദേഹങ്ങളെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്.